പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന് ചിന്തയ്ക്കായി ഒരു ദൈവത്തിന് ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 18-ാമത്തെ വാക്യം. അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു, അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമല്ലോ, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്ന ദൈവത്തിനം എന്ന് പറയുന്നത് അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ കാത്തിരിപ്പിനെ കുറിച്ചുള്ള ദൈവവചനം പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്നും ആ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവനായി കാത്തിരിക്കുക. ആർക്കു വേണ്ടി? കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി. കാത്തിരിക്കുന്ന വ്യക്തിക്ക് ജീവനില്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ മക്കളോട് പറയുന്നത് അവനായി കാത്തിരിക്കണം, എന്തോ ജീവനുള്ള ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആ ഒരു കാര്യത്തിനകത്ത് ഇസ്രായേൽ മക്കളിൽ വീഴ്ചകൾ വന്നതുകൊണ്ട് ദൈവം പറയുകയാണ്, അതുകൊണ്ട് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. യഹോവ ന്യായത്തിന്റെ ദൈവമാണ്. അതേ സ്നേഹിത, നമ്മുടെ ദൈവം ന്യായത്തിന്റെ ദൈവമാണ്. നമ്മുടെ കർത്താവിന്റെ പക്കൽ അനീതി എന്ന് പറയുന്നതില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് മുഖപക്ഷം എന്ന് പറയുന്നതില്ല. ന്യായത്തിന്റെ കർത്താവ് ന്യായം മാത്രം നടത്തുന്നവൻ, അനീതിയെ വെറുക്കുന്നവൻ, നീതിയെ ഇഷ്ടപ്പെടുന്നവനാണ് നമ്മുടെ യേശു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ വചനത്തെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നോക്കി പോകുമ്പോൾ കാണാൻ കഴിയുന്നത് മിസ്രൈമിൽ ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. മിസ്രൈമിൽ ആശ്രയിക്കുന്ന ഇസ്രായേൽ ജനത്തിന് അയ്യോ കഷ്ടം. ഇന്നത്തെ പുതിയ നിയമസഭയോടും പറയുന്നത്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിങ്കൽ ആശ്രയിക്കാതെ ഹല്ലേലൂയ മനുഷ്യന്റെ വാക്കുകളിൽ ആശ്രയിച്ചാൽ അയ്യോ കഷ്ടം എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ അശൂരിന്റെ ആക്രമണ ഭീതിയിൽ ഉണ്ടായപ്പോൾ അക്കാലത്തെ ലോകശക്തിയായിരുന്ന മിസ്രൈമിൽ ആശ്രയിക്കാൻ യഹൂദാ ജനം തയ്യാറായി. ഹല്ലേലൂയ. അത് മുഖാന്തരം അവർ പരീക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. കേവലം സ്വാഭാവികം മാത്രമായിരുന്നു ആ ഒരു ആശ്രയം എന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മിസ്രൈമിൽ ആശ്രയിക്കുന്നത് വലിയ ദോഷത്തിന് അഥവാ പോഷത്വത്തിന് അല്ലെങ്കിൽ കാരണമായെന്ന് പ്രവാചകൻ പറയുക. ഹല്ലേലൂയ. അപ്പൊ അന്നത്തെ ലോകശക്തിയായിരുന്ന മിസ്രൈമിനെ ആശ്രയിച്ചത് ഇസ്രായേലിന്റെ ഒരു പോഷത്വമാണ്. അതവർക്ക് ദോഷമായി മാറി. ആ ആശ്രയം ഒരു സ്വാഭാവികം മാത്രമായിരുന്നു എന്ന് പ്രവാചകൻ പറയുക. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദയ ചുറ്റിക്കൊള്ളും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വീണ്ടും അതിന് പറയും, പക്ഷെ പ്രവാചകന്റെ വാക്ക് അനുസരിക്കുവാൻ ജനം അല്ലൊരു സന്നദ്ധമല്ല. തങ്ങളെ സന്തോഷിപ്പിക്കുന്ന സന്ദേശം കേൾക്കുവാൻ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. പ്രവാചകന്റെ വാക്കുകൾ, വചനങ്ങൾ കേൾക്കുവാൻ അന്നത്തെ ജനത്തിനും താല്പര്യമില്ലാതെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ അന്നത്തെ ജനത്തിന് താല്പര്യമില്ലാതെ പോയതുകൊണ്ട് പ്രവാചകനിലൂടെ ദൈവം പറയുകയാണ്, ജനത്തെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളും സന്ദേശങ്ങളും മെസ്സേജുകളും കേൾക്കുവാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ജനത്തിന് വളരെ ഇഷ്ടമാണ്. പൈസ നമ്മുടെ സഭയുള്ള പറ്റത്തിൽ മനസ്സിലാക്കിയാൽ മതി. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനത്തിന്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന, പാപബോധം വരുത്തുന്ന, വിശുദ്ധിയിലേക്ക് ജനത്തെ നടത്തുന്ന, ആത്മരക്ഷയിലേക്ക് ജനത്തെ നടത്തുന്ന, വിശുദ്ധിയുടെയും വേർപാടിന്റെയും സന്ദേശം പറയുമ്പോൾ, രക്ഷയുടെ സന്ദേശം പറയുമ്പോൾ, വേർപാടിന്റെ സന്ദേശം പറയുമ്പോൾ, ദൈവകൽപ്പനയായിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ പറയുമ്പോൾ, രക്ഷയെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും
വേർപാടിനെ കുറിച്ചും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചും ദൈവവചന അടിസ്ഥാനത്തിൽ സ്നാനത്തെക്കുറിച്ച് പറയുമ്പോഴും ഇന്നത്തെ ജനത്തിന് അത് കേൾക്കാൻ താല്പര്യമില്ല. അല്ലേ? ജനം കേൾക്കാൻ സന്നദ്ധമല്ല. അവരെ സന്തോഷിപ്പിക്കുന്ന ദൂതുകൾ പറയണം. ഇന്നത്തെ കാലം ജനത്തെ സന്തോഷിപ്പിക്കുന്ന ദൂതുകൾ പറയണം. സഭകളിലൊക്കെ ചെന്നാൽ മുന്നമേ തന്നെ ദൈവദാസന്മാർ പല വിശുദ്ധന്മാരോടും പറയും, നമ്മുടെ ജനത്തിന് അല്ലെങ്കിൽ ഇരിക്കുന്നവര് അവരുടെ സാഹചര്യങ്ങൾ പറഞ്ഞ് വേദനിപ്പിക്കരുത്. ഇവർ ജനത്തെ സന്തോഷിപ്പിക്കും ദൂത് പറഞ്ഞെങ്കിൽ മാത്രമേ പോക്കറ്റ് നിറയത്തുള്ളൂ, പണം കിട്ടത്തുള്ളൂ. സഭയ്ക്കകത്ത് ചില അച്ചായന്മാരുണ്ട്, ചില അമ്മമ്മമാരുണ്ട്, ചില അമ്മച്ചിമാരുണ്ട്, ചില അച്ചാച്ചന്മാരുണ്ട്. അവരെ സന്തോഷിപ്പിക്കുന്ന ദൂത് പറയാനാണ് സഭയുടെ ശുശ്രൂഷകൻ പോലും തയ്യാറാകുന്നത്. പക്ഷെ അത് അപകടകരമാണെന്ന് പ്രവാചകൻ പറയുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. ജനത്തെ സന്തോഷിപ്പിക്കുന്ന, ജനത്തിന് ആശ്വാസം ഉണ്ടാകുന്ന, ജനത്തെ പിടിച്ച് ഉലച്ച് ജനത്തെ കുലുക്കുന്ന ഹല്ലേലൂയ ദൂതൊക്കെ പറയുമ്പോൾ ദൈവം കൃപ കാണിപ്പാൻ താമസിക്കും. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നത് ഹല്ലേലൂയ, മിസ്രയീമിലുള്ള സൈനിക ഉടമ്പടി അശൂരിൽ നിന്നും തങ്ങളെ രക്ഷിക്കുന്ന കോട്ടയായി ജനം കണക്കാക്കുന്നു. മിസ്രയീമിന് ഭയങ്കര സൈനിക ഉടമ്പടിയാണ്. ഹല്ലേലൂയ. ആ സൈനിക ഉടമ്പടി ജനത്തെ രക്ഷിക്കുന്ന വലിയൊരു കോട്ടയാണെന്ന് ഇസ്രായേൽ ജനം വിശ്വസിക്കുക. ഹല്ലേലൂയ. പക്ഷേ ആ മൺകോട്ട ഇടിഞ്ഞ് അവരുടെ തലയിൽ തന്നെ വീഴുമെന്ന് പ്രവാചകൻ മുന്നറിയിപ്പ് നൽകുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38:12-14 വായിച്ചു. അപ്പൊ വലിയ കോട്ട, മിസ്രയീമിലെ വലിയ കോട്ട, മൺകോട്ട ഇടിഞ്ഞ് ജനത്തിന്റെ തലയിൽ തന്നെ വീഴുമെന്ന്. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ മിസ്രയീമിലെ വലിയ മൺകോട്ടയിൽ ഹല്ലേലൂയ ആശ്രയിക്കരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾ ഇന്ന് മിസ്രയീമിലെ മൺകോട്ടയിൽ അല്ലല്ലോ. അതെ, നിങ്ങൾ മിസ്രയീമിലെ മൺകോട്ടയിൽ തന്നെയാണ്. അന്നത്തെ ജനത്തിന്റെ തലയിൽ ആ മൺകോട്ട ഇടിഞ്ഞു വീഴുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലും നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ രസിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ദൂതുമായി വരുന്ന, ദുരുപദേശവുമായി കടന്നു വരുന്ന, ജീവിത വിശുദ്ധി ഇല്ലാതെ എല്ലാ അശുദ്ധിയിലും ജീവിച്ചിട്ട് വരുന്നവന്റെ ഉപദേശം മൺകോട്ട പോലെയാണ്. അത് നിങ്ങളുടെ തലയിൽ തന്നെ ഇടുത്തി പോലെ വീഴുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. അവിടെ നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് ഉപദേശത്തിന് വേണ്ടി നിൽക്കണം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവം തന്നെ ജനത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? പക്ഷെ അവർ ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് മാത്രം. ഇത്രമാത്രം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോഴും, ജനം ദൈവത്തെ മറന്നു പോകുമ്പോഴും, ശരിയായ ഉപദേശത്തിൽ ആശ്രയിക്കാതെ നിൽക്കുമ്പോഴും, ജനത്തെ വിടിവിക്കുന്ന വലിയ സൈന്യമാണ് മിസ്രയീമിലെ സൈന്യം എന്നവർ ചിന്തിക്കുമ്പോഴും, ആ വലിയ മൺകോട്ടയ്ക്കുള്ളിൽ ഒതുങ്ങാൻ ശ്രമിക്കുമ്പോഴും ദൈവം പ്രവാചകരോട് പറയാണ്, അത് നിങ്ങൾക്ക് ദോഷമാണ്. എന്നാൽ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് കരുണ കാണിക്കും. കാരണം ദൈവം ന്യായത്തിന്റെ ദൈവമുണ്ട്. അതുകൊണ്ട് പറയുക, അവനായി കാത്തിരിക്കുന്നവരൊക്കെ ഭാഗ്യവാന്മാർ. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിന്റെ ഏത് മേഖലയിലൂടെ കടന്നുപോയാലും, ഏതെല്ലാം പ്രതിസന്ധികൾ കടന്നു വന്നാലും, മരണനിഴലിൻ താഴ്വരയിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നാലും, ജീവിതത്തെ ഉലയ്ക്കുന്ന, ജീവിതത്തെ സങ്കടപ്പെടുത്തുന്ന വഴിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നാലും, നിങ്ങളുടെ ജീവിതത്തിന്റെ 4 വശത്തും നിങ്ങൾക്ക് പോരാട്ടങ്ങൾ കടന്നു വന്നാലും, ഒരു വലിയ വെല്ലുവിളികളെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നാലും, ഹല്ലേലൂയ, മിസ്രയീമിന്റെ മൺകോട്ടയിൽ ആശ്രയിച്ച ജനത്തെ പോലെ നിങ്ങളായിത്തീരാതെ സാക്ഷാൽ യേശുക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കാം. യേശുക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിപ്പാൻ തയ്യാറായാൽ നമ്മുടെ ദൈവം ന്യായത്തിന്റെ ദൈവമാണ്. നിങ്ങൾ അവനായി കാത്തിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോകുകയില്ല. രക്തം ചെയ്യും. അതുകൊണ്ട് നിന്റെ കാത്തിരിപ്പാർക്ക് വേണ്ടിയിട്ടാണ് രക്തം ചെയ്യും. അല്ലേ? ഇവിടെ ദൈവത്തിന്റെ വചനം അതാണ് നമ്മൾ പറയുന്നത്. അപ്പം ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ ദൈവത്തിന്റെ ദയ ചുറ്റും. ഒരിക്കലും അവൻ നിരാശപ്പെട്ടു പോകേണ്ടി വരത്തില്ല. സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം മാറ്റി, കണ്ണുനീര് മാറ്റിയിട്ട് അനുഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തിനകത്ത് തരുവാൻ ദൈവം വിശ്വസനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അവനായി കാത്തിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിരുന്ന് ന്യായത്തിന്റെ ദൈവമായിരിക്കുന്ന യഹോവയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാൻ തയ്യാറാകണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നം, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഈ ചെറിയ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരം തരണമേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കർത്താവ് വലിയ ഉത്തരം തരണമെന്നാണ്. ഹല്ലേലൂയ.
എന്നിട്ട് പറയും ചെറിയ അളവിൽ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ചിലര് കർത്താവിനെ അല്ലലിയ സ്തോത്രം കർത്താവിന് വലിയ അനുഗ്രഹങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അവർക്ക് പ്രാർത്ഥിക്കാൻ സമയമില്ല. ചെറിയ അളവിൽ എന്ന് പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ സമയമില്ലാതെ ചിലരെ കൂടി ചെന്ന് മുട്ടയിലിരുന്ന് അല്ലെങ്കിൽ നിലത്തിരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് എഴുന്നേറ്റ് പോകുന്ന പ്രാർത്ഥനക്കാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ പ്രാർത്ഥിച്ച് എഴുന്നേറ്റിട്ട് അവർ പറഞ്ഞ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാ അല്ലേ? അപ്പൊ അവർ പ്രതീക്ഷിക്കുന്നതിലും വലിയ കാര്യങ്ങളാണ്. ചെറിയ പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നിരാശരായി മാറും. രക്തം ചെയ്യും അല്ലേലിയാസ്. പിന്നെ ചിലർ കർത്താവിനെ ശാസിച്ച് അല്ലേലിയ കർത്താവിനെ ശാസിച്ച് അതിവേഗം നന്മ ചെയ്യണമേ എന്ന് കർത്താവിനോട് പറയും. ചിലർ പ്രാർത്ഥിക്കും വളരെ ശാസനയും തുപ്പും ചീറ്റലും എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അടുത്തുപോലും ഇരിക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥനയും കൈയും കാലും ഒക്കെ എടുത്ത് വളരെ ശാസിച്ച് ചീറ്റി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ കർത്താവിനെ ശാസിച്ച് നന്മ ചെയ്യണമേ എന്ന് ചില പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയ്ക്കും മറുപടിയില്ല. ലേലിയ ചിലരുടെ പ്രാർത്ഥനയൊക്കെ പറഞ്ഞാല് ദൈവത്തിന് പിറുപിറുക്കുകയാണ്. ചിലരുടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് പിറുപിറുക്കുക. കർത്താവ് അവളെക്കാൾ എത്ര നല്ലവളായിരുന്നു ഞാൻ, അവളെക്കാൾ എത്ര നല്ലവളായിട്ട് ഞാൻ സഭയിൽ നിന്നു. ചില സഹോദരന്മാർ കർത്താവ് ഞാൻ അവനെ പോലെയല്ല, ഞാൻ നിനക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു, എന്തെല്ലാം നന്മ ചെയ്തു, കൊടുത്ത കാര്യങ്ങൾ പറഞ്ഞ് പിറുപിറുക്കും, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. അവനെ പോലെയല്ല, അവളെ പോലെയല്ല, ആ അച്ഛനെ പോലെയല്ല, അമ്മാമ്മയെ പോലെയല്ല, ആ കൊച്ചിനെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്ത് പ്രാർത്ഥിക്കുന്ന അനവധി ആളുണ്ട്. പിന്നെ ഈ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരിമാരുടെ ഇരിപ്പിനൊക്കെ ഇരുന്ന് സഹോദരൻ ഇരുന്ന് ശബ്ദം ഉയർത്തി നന്നായിട്ട് ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ അടുത്തിരിക്കുന്നവർ എറികണ്ണിട്ട് നോക്കി അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. അങ്ങനെയുള്ള നിങ്ങളൊന്നും ഒരിക്കലും അനുഗ്രഹം പ്രതീക്ഷിക്കരുത് കേട്ടോ. നിങ്ങളോട് കരുണ കാണിപ്പാൻ ദൈവം താമസിക്കും. പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രതയോടെ നിർമ്മലതയോടെ ഇരിക്കണം. സത്യസന്ധമായി ശുദ്ധമായി നിർമ്മല ഹൃദയത്തോടെ ശുദ്ധ മനസാക്ഷിയോടുകൂടി ഇരിക്കണം. അല്ലേലിയ പ്രാർത്ഥനയിൽ നിങ്ങളും ദൈവവും കൂടെ മാത്രമുള്ള ബന്ധമായിരിക്കണം. അന്യോന്യം ഭാരങ്ങളെ ചുമക്കണം. തമ്മിൽ ഭാരങ്ങളെ ചുമക്കണം. അന്യോന്യം പ്രബോധിപ്പിച്ച് അല്ലെ പരസ്പരം ചേർന്നിരുന്ന ഐക്യതയുടെ ആത്മാവിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവത്തിന് ഇഷ്ടമെന്നൊക്കെ പറയുന്നത്. അല്ലേലുയ്യ. അവിടെ എന്നെ കേൾക്കുന്നുണ്ട്. അങ്ങനെ പലരും പിറുപിറുത്ത് പ്രാർത്ഥിക്കും. ചിലർ പോരാടി യുദ്ധം ചെയ്ത് പ്രാർത്ഥിക്കും. അതിനവർ ചില കാരണങ്ങളൊക്കെ പറയും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 30 വായിക്കുമ്പോൾ യാക്കോബ് ഒരു രാത്രി മുഴുവൻ ദൈവത്തോട് പോരാടി പ്രാർത്ഥിച്ചല്ലോ എന്ന് പറഞ്ഞ് പോരാടി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ എന്തൊക്കെയോ പിടിച്ചു വാങ്ങും. ലേലിയ ഒരിക്കലും എന്നോട് സഹോദരൻ അമ്മയും പറഞ്ഞു, പാസ്റ്റർ പ്രാർത്ഥിക്കും പോരാടി ദൈവത്തോട് നമ്മുടെ അവകാശം പിടിച്ചു വാങ്ങണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ദൈവത്തോട് പോരാടേണ്ട കാര്യമൊന്നുമില്ല. കാരണം എന്നെ ദൈവം സ്നേഹിച്ചു, എന്നെ ദൈവം വിളിച്ചു, ഞാൻ ദൈവ ഇഷ്ടത്തിന് വേണ്ടി മടങ്ങി കർത്താവിന്റെ സ്നേഹം ഏൽപ്പിച്ചു കൊടുത്തു. അന്ന് തൊട്ട് ഇന്നുവരെയും ഞാൻ പോരാടി യുദ്ധം ചെയ്ത് ദൈവത്തോടൊന്നും പിടിച്ചു പറിച്ച് മേടിച്ചിട്ടില്ല. ദൈവം എനിക്കെന്നും നന്മ ചെയ്യുന്നവനാണെന്ന് പറഞ്ഞു. പസവരം പോരാടി പിടിച്ചു പറിച്ച് മേടിക്കണം. നമ്മളെന്തിനാണ് പറയുന്നത്? നമ്മുടെ അപ്പന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് മേടിക്കുന്നത്. ചില മക്കളൊക്കെ കാണത്തില്ലേ കുടുംബത്തിനകത്ത് അപ്പന്റെ കയ്യിൽ നിന്ന് സമ്പത്തുകൾ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോകുന്നത്. നമുക്കറിയാം. ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ ആ ധൂർത്തപുത്രനെ കുറിച്ച് വായിച്ച് നമുക്ക് കാണാൻ കഴിയും. മുടിയൻ പുത്രനൊക്കെ നമ്മൾ പറയുമല്ലോ. ധൂർത്തപുത്രൻ എന്ത് ചെയ്തു? അപ്പന്റെ കയ്യിലുണ്ടായ നന്മകൾ മുഴുവൻ പിടിച്ച് പറിച്ച് വാങ്ങി ദൂരദേശത്ത് പോയി അല്ലെങ്കിൽ അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. സകലതും വിറ്റ് നാനാവൃതമാക്കി കളഞ്ഞ് അവസാനം അവന് വിശന്ന് കഴിഞ്ഞപ്പോൾ അല്ലടിയ നാട്ടിലെ പ്രമാണിയുടെ അരികെ ചെന്നൊരു വേല ചോദിച്ച് അവന് കിട്ടിയ വേല പന്നികളെ മേയ്ക്കുന്ന ജോലിയാണ്. പക്ഷെ എങ്കിലും അവന് പന്നിക്ക് തിന്നാൻ കൊടുക്കാൻ വാളവില പോലും അവന് കിട്ടിയില്ല. അപ്പോഴാണ് ഒരു സുബോധം വന്നിട്ട് അവന്റെ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന നമ്മൾ വായിക്കുന്നുണ്ട്. ലേലിയ 15 വായിച്ചെന്ന് കാണാൻ കഴിയും. എന്ന് പറയാൻ നമ്മുടെ ദൈവത്തോട് നമ്മുടെ കർത്താവിനോട് നമ്മൾ പിടിച്ചു പറിച്ച് വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ദൈവം നമുക്കെല്ലാം തരാൻ വിശ്വസനാണ്. അതുകൊണ്ടാണ് വേദപുസ്തകം എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് നമ്മൾ എഫെസ്യ ലേഖനമൊക്കെ വായിക്കുന്നത്. അത് നമ്മെ സഹായിപ്പാൻ ദൈവം വിശ്വസനാണ്. നമ്മെ സംരക്ഷിക്കാൻ ദൈവം വിശ്വസനാണ്. നമ്മുടെ കണ്ണുനീര് തുടയ്ക്കാൻ ദൈവം വിശ്വസനാണ്.
നമ്മുടെ വേദനകളെ നീക്കാൻ ദൈവം വിശ്വസ്തനാണ്. നമുക്ക് സൗഖ്യം തരാൻ ദൈവം വിശ്വസ്തനാണ്. നിന്റെ തലമുറയെ അനുഗ്രഹിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. നിന്റെ കുടുംബത്തെ ഉയർത്താൻ ദൈവം വിശ്വസ്തനാണ്. നിനക്ക് നല്ല ജോലി തരുവാൻ, നല്ല പൊസിഷനിലേക്ക് നിന്നെ കൊണ്ടുവരുവാൻ, നിന്റെ തകർച്ചകളെ മാറ്റുവാൻ, നിന്റെ വേദനകളെ എല്ലാം നീക്കി നിന്റെ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണ്. അവൻ ന്യായത്തിന്റെ ദൈവമാണ്. അതുകൊണ്ട് നീ അവനായി കാത്തിരിക്കണം. ഇസ്രായേൽ മിസ്രയീമിൽ ആശ്രയിക്കാൻ പോയതുപോലെ നിങ്ങൾ പോകാതെ, അവിടുത്തെ സൈന്യബലത്തെ കണ്ടവർ സന്തോഷിച്ചതുപോലെ സന്തോഷിക്കാതെ, അവിടുത്തെ വലിയ മൺകോട്ടയിൽ അവർക്ക് സുരക്ഷിതമാണെന്ന് വിശ്വസിച്ച് അവരതിൽ ആശ്രയിച്ച് പിന്നത്തെ മൺകട്ടകളിൽ ഇടിഞ്ഞവിടെ തലയിലേക്ക് വീഴുമെന്ന് പ്രവാചകൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവഹിതമല്ലാത്ത ഏത് ആശ്രയത്തിൽ നിങ്ങൾ ചെന്നാലും നിങ്ങൾ പരാജിതരായി മാറും. അതേസമയം നിങ്ങൾ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകുകയില്ല. രക്തം ചെയ്യൽ. അപ്പൊ നിങ്ങൾ അല്ലെങ്കിൽ സ്വതം പോരാടി അല്ലെങ്കിൽ ദൈവത്തോട് പിടിച്ചു പറിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾക്ക് നന്മകൾ പ്രതീക്ഷിക്കേണ്ട, കിട്ടത്തില്ല. അല്ലേലിയ. അപ്പം അതുകൊണ്ട് കർത്താവ് നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നു. അല്ലേലിയ. നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ, നിങ്ങളുടെ സ്വഭാവത്തിലെ ദൂഷ്യ വശങ്ങളാണ് യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കുന്നത്. അല്ലേലിയ. സ്തോത്രം. അവൻ നിങ്ങളോട് കൃപ കാണിക്കാതെ വണ്ണം ഉയർന്നിരിക്കുന്നു. നമ്മൾ ഈ പ്രവാചകന്റെ വാക്കുകൾക്കകത്ത് നമ്മോട് ശക്തമായി ദൂതുകൾ പറയുമ്പോൾ നമ്മൾ ആ വചനത്തെ അനുസരിക്കണം. വചനത്തെ അനുസരിച്ച് വിശുദ്ധി നിൽക്കുന്നവനെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എത്രയോ കാലങ്ങളായി നീ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാതെ, ദൈവത്തിന്റെ കരുണ കിട്ടാതെ നീ കണ്ണുനീരിന്റെ നടുവിലാണോ ഇന്നും? എങ്കിൽ ഇന്നും നിനക്ക് അനുഗ്രഹമൊന്നും കിട്ടുന്നില്ലെങ്കിൽ നീ ഇന്ന് ദൈവത്തിന് പറഞ്ഞ കർത്താവ്, കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ പ്രാർത്ഥനയ്ക്കകത്ത് വന്ന കുറവുകളെല്ലാം ക്ഷമിക്കണമേ, അതെല്ലാം ഞാൻ അങ്ങോട്ട് ഏറ്റു പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങളെ പൂർണ്ണമായി താഴ്ത്തി കൊടുക്കുമ്പോൾ ന്യായത്തിന്റെ ദൈവമായി കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അല്ലേ? അപ്പൊ നിങ്ങളുടെ മക്കൾ വിശക്കുന്നു എന്ന് പറയുന്നുവെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളോട് നിങ്ങളുടെ മക്കൾ പറയാതെ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്കുക. ഉടനെ അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണം പാകം ചെയ്യുവാനായി അല്ലെങ്കിൽ നിങ്ങൾ ആരംഭിക്കും. മക്കൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന് ഇഷ്ടമുള്ള ആഹാരം നിങ്ങൾ ചെയ്യുവാനായി കൊടുക്കും. കഷ്ടപ്പെട്ട് ഭക്ഷണം ഒരുക്കിക്കൊണ്ട് വരുന്നതിന് മുമ്പ് അവർ ബന്ധപ്പെട്ട് ഹോട്ടലിൽ പോയി കഴിച്ചിട്ട് വന്നാൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കും? അല്ലേ? അപ്പൊ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ വിശക്കുന്നു എന്ന് പറഞ്ഞ് ആ വാക്ക് കേട്ട് നിങ്ങൾ പെട്ടെന്ന് അടുക്കളയിൽ കയറി നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ അവർക്കിഷ്ടമുള്ള ഭക്ഷണം കഷ്ടപ്പെട്ട് ഒരുക്കി നിങ്ങൾ മേശമേൽ വിളമ്പിക്കൊണ്ട് വരുമ്പോൾ അവര് പറയാ, അല്ല ഞങ്ങൾക്ക് ഇപ്പം വേണ്ട, ഞങ്ങൾ ഹോട്ടലിൽ പോയി കഴിച്ചു എന്ന് പറയുമ്പോൾ എത്ര സങ്കടമാകുമല്ലേ? അതൊരു വലിയ വേദനയാ. എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന പ്രശ്നം ചെയ്താ അല്ലേ, കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ഒരുങ്ങുമ്പോൾ, നീ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം മറുപടി തരാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ, അതിനുവേണ്ടി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരുങ്ങുമ്പോൾ, നീ ഈ ജനം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു വന്നതുപോലെ നീ അന്യമായ ചിന്തകളിലേക്കും അന്യമായ ഉപദേശങ്ങളിലേക്കും അന്യമായ വിശ്വാസത്തിലേക്ക് നീ കടന്നുപോയി വരുമ്പോൾ നിന്റെ ജീവിതം പരാജയമായിരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കണം. അതുപോലെ തന്നെ കർത്താവ് നിങ്ങളോട് കൃപ കാണിക്കുവാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ, ദൈവം നമ്മോട് ദയ കാണിക്കുവാൻ, ദൈവം നമുക്ക് സൗഖ്യം തരുവാൻ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ, ദൈവം നമ്മെ വിടിവിക്കുവാൻ ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അതാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് നമ്മെ പഠിപ്പിച്ചത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞെന്റെ നിലവിളി കേട്ടു. അല്ലേലൂയ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചീറ്റിൽ നിന്നും എന്നെ കയറ്റി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി അവൻ എന്റെ ഗമനത്തെ സ്ഥിരമാക്കി. അല്ലെങ്കിൽ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അല്ലേരി. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പാലരുവ് അത് കണ്ട് ഭയപ്പെട്ടു എന്നൊക്കെ നമ്മൾ ഈ 40-ാം സങ്കീർത്തനം വായിക്കുന്നത്. കാത്തിരിക്കുവാനുള്ള ഒരു ആഹ്വാനം തന്നിട്ട് ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ, അനുഗ്രഹങ്ങളെ കുറിച്ച് ആ വചനത്തിൽ രേഖപ്പെടുത്തുകയാണ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നമുക്ക് നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കാം. പ്രൈസലോ. നിങ്ങളുടെ ഏത് വിഷയമായിരുന്നാലും
നിങ്ങളുടെ ഏത് സങ്കടമായിരുന്നാലും കർത്താവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ അല്ലെങ്കിൽ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടേണ്ട ആവശ്യം വരത്തില്ല, സങ്കടപ്പെടേണ്ട ആവശ്യം വരത്തില്ല. കർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറായാൽ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന പോലെ നിങ്ങൾക്ക് ദൈവം തരും. നിങ്ങൾ ഈ സദൃശവാക്യം 25:11 വായിച്ചാൽ മതി. അവിടെ ഇതിന് തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന പോലെ. കാത്തിരിക്കുന്നവന്റെ മുമ്പിൽ അത്ഭുതമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിനു വേണ്ടി യഹോവയായ ദൈവത്തിന് വേണ്ടി അഥവാ യഹോവയായ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന ഇസ്രായേലിന് മുമ്പിൽ അത്ഭുതം നടന്നിട്ടുണ്ട്. യഹോവയായ കർത്താവിന് വേണ്ടി കാത്തിരുന്ന മോശയുടെ മുമ്പിൽ അത്ഭുതം നടന്നിട്ടുണ്ട്. യഹോവയായ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന അബ്രഹാമിന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നിട്ടുണ്ട്. യഹോവയായ കർത്താവിന് വേണ്ടി കാത്തിരുന്ന യോശുവയുടെ ജീവിതത്തിലും അത്ഭുതം നടന്നിട്ടുണ്ട്. അങ്ങനെ ശമൂവേലിന്റെ ജീവിതത്തിലും അത്ഭുതം നടന്നിട്ടുണ്ട്. രൂത്തിന്റെ ജീവിതത്തിലും അത്ഭുതം നടന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ അത്ഭുതം നടന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ യേശുവിനോട് കാത്തിരിക്കുകയാണെങ്കിൽ ആ കാത്തിരിപ്പിന്റെ മുമ്പിൽ ഒരു അത്ഭുതം നിനക്കുമുണ്ട്. രക്തം ചെയ്യും. നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം. നാം ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ കണ്ടതാ. ഹല്ലേലൂയ, സ്തോത്രം. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഒരു വാത്സല്യ കുടുംബത്തിലെ മാതാവ് പെട്ടെന്ന് രോഗിയായി മരിച്ചുപോയി. പിതാവിന് സഹിപ്പാൻ കഴിയാത്ത ദുഃഖം വന്നു. ഹല്ലേലൂയ. തന്റെ ഒടുവിലത്തെ പുതിയ പുത്രിയുടെ അടുക്കൽ സ്നേഹപൂർവം പറഞ്ഞു, മകളെ, ഇനി മുതൽ ഞാൻ എന്റെ വിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്ന് എന്നെ ആശ്വസിപ്പിക്കേണ്ടത് നീയാണ്. സ്കൂളിൽ നിന്ന് നീ വേഗം വന്ന് എന്നോട് കൂടെ ഇരുന്ന് സംസാരിക്കണം, പിന്നെ നീ പഠിക്കാൻ പോകണം. സ്തോത്രം. വളരെ വാത്സല്യത്തിൽ ജീവിച്ച കുടുംബത്തിലെ പ്രിയ പിതാവിന്റെ ഭാര്യ മരിച്ചു, രോഗിയായി മരിച്ചു. ആ പിതാവോട് ഒറ്റയ്ക്കായി, വളരെ സങ്കടമായി, വളരെ ദുഃഖമായി. അദ്ദേഹം എല്ലാ ദിവസവും ദുഃഖത്തിലൂടെ കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഇളയ പുത്രിയുടെ അരികിൽ അദ്ദേഹം പറഞ്ഞു, മോളെ, നീയാണ് എന്റെ ആശ്രയം, നീയാണ് എനിക്ക് എല്ലാം നൽകി തരേണ്ടത്. നീ സ്കൂളിൽ പോയി ചൂട്ടി വന്ന് എനിക്ക് വന്ന് സംസാരിച്ച് നീ പഠിക്കാൻ പോകണം. പ്രിയ പിതാവിന്റെ ആഗ്രഹമാകട്ടോ. അപ്പൊ മകളും പിതാവും ചേർന്ന് എന്നിട്ട് ഇന്നും വോക്കിങ്ങിന് പോകും, നടക്കാൻ പോകും, പരസ്പരം സംസാരിച്ച് നടക്കും. എന്നാൽ ഒരു ദിവസം ആ മകൾ, അപ്പ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിലും എനിക്ക് ജോലിയുണ്ട് എന്ന് പറഞ്ഞ് തന്റെ മുറിയിലേക്ക് അവൾ പോയി. ഈ മകൾ പറയാണ്, അപ്പൊ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നെങ്കിലും എനിക്ക് ഒരുപാട് ജോലി ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൾ അവളുടെ മുറിയിലേക്ക് പോയി. 5 ആഴ്ചകൾക്ക് ശേഷം അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പൊ ഈ 5 ആഴ്ചകൾ ഞാൻ എന്താണ് ചെയ്തതെന്നറിയാമോ? അപ്പന് ക്രിസ്മസ് സമ്മാനം നൽകുവാൻ വേണ്ടി ഞാനൊരു കമ്പിളിക്കുപ്പായം തുന്നുകയായിരുന്നു എന്ന് പറഞ്ഞു. ഈ മകൾ 5 ആഴ്ച കഴിഞ്ഞ് മുറിയിൽ നിന്ന് പുറത്തു വന്നിട്ട് തന്റെ സ്വന്തം അപ്പനോട് പറയാ, അപ്പൊ ഞാൻ 5 ആഴ്ച എവിടായിരുന്നു അറിയാം, ഞാൻ ഈ മുറിയിൽ എന്താ ചെയ്തതെന്ന് അപ്പൻ അറിയാമോ? അടുത്ത ക്രിസ്തുമസ് വരുന്നു, ആ ക്രിസ്തുമസ് വരുമ്പോൾ അപ്പന് നല്ലൊരു കമ്പിളിക്കുപ്പായം തരാൻ വേണ്ടി ഞാനത് തുന്നുകയായിരുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പന് ഇഷ്ടപ്പെട്ടോ എന്നൊരു ചോദ്യമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിലെ അപ്പന്മാരാണെ പറയും, അതെ മോളെ, നീ ചെയ്തത് എനിക്ക് നല്ല കമ്പിളിക്കുപ്പായ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ കമ്പിളിക്കുപ്പായത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നീ അത് തുന്നി എനിക്ക് തന്നത് സന്തോഷം. ഇന്നത്തെ തലമുറ പറഞ്ഞേനെ, ഇന്നത്തെ അപ്പന്മാര് പറഞ്ഞേനെ. പക്ഷേ നമ്മളോട് ചിന്തിക്കേണ്ടത്, അപ്പന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. മകൾ വന്ന് നല്ല കമ്പിളിക്കുപ്പായം തുന്നി ഞാൻ അപ്പന് തരാൻ പോകുന്നു പറഞ്ഞപ്പോൾ, അപ്പൻ ആ വാക്ക് കേട്ടപ്പോൾ അപ്പന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകി. മകളെ, ഈ കമ്പിളിക്കുപ്പായത്തിനായി നീ എന്റെ അടുക്കൽ നിന്ന് 5 ആഴ്ച മാറിയിരുന്നില്ലേ, സംസാരിക്കാതിരുന്നില്ലേ, നീ ഞാനുമായിട്ട് കാണാതിരുന്നില്ലേ, നിന്റെ ശബ്ദം കേൾക്കാതിരുന്നില്ലേ? ഹല്ലേലൂയ. അപ്പന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകുന്ന വാക്കിലൂടെ പറയുന്ന ആ ശബ്ദം, അത് വേദനയുടെയാണ്. കാരണം തന്റെ ജീവിതത്തിന്റെ ഭാര്യ മരിച്ചു പോയിരിക്കുന്നത് തന്നെ ആശ്രയിപ്പാനും കരുതുവാനും തന്നെ സ്നേഹിപ്പാനും ഒന്നും ആരുമില്ലാതിരിക്കുമ്പോൾ തന്റെ ഏറ്റവും അവസാനത്തെ ഇളയ പുത്രിയിൽ താൻ ആ സന്തോഷം ആഗ്രഹിക്കുമ്പോൾ അവൾ 5 ആഴ്ച അപ്പനെ വിട്ട് മാറി മുറിക്കകത്തേക്ക് അപ്പന് വേണ്ടി കമ്പിളി തുന്നുകയാണ്.
അപ്പന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പന് വിവരം പറഞ്ഞപ്പോ അപ്പന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. അവസാനം ഈ അപ്പൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഹല്ലേലൂയ, ആമി, എന്റെ മകളെ, നീ എനിക്ക് തരുന്ന കമ്പിളിക്കുപ്പായത്തിലല്ല സ്നേഹം. ഹല്ലേലൂയ, നീ ആകുന്ന എന്റെ ആശ്വാസം എന്ന് പറഞ്ഞു. നീ എനിക്ക് എത്ര വിലപിടിപ്പുള്ള, എത്ര സ്നേഹം നിറഞ്ഞ, എത്ര മേന്മയുള്ള കമ്പിളിക്കുപ്പായം തന്നാലും ആ കമ്പിളിക്കുപ്പായത്തിലല്ല സ്നേഹം. നീയാണ് എന്റെ സ്നേഹം, നീയാണ് എന്റെ മകൾ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് അപ്പൻ പറഞ്ഞപ്പോൾ ആ മകൾ എന്ത് ചെയ്തു? വളരെ വിങ്ങിപ്പൊട്ടി ഹൃദയവേദനയോടെ അപ്പനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞെന്നാണ് വായിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം, ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, എന്നെ കേൾക്കുന്ന നമ്മൾ നമ്മുടെ അപ്പനോട് കൂടെ ഇരിക്കേണ്ട സമയം, നമ്മൾ കർത്താവിനോട് കൂടി ഇരിക്കേണ്ട സമയം, ദൈവത്തോട് സംസാരിക്കേണ്ട സമയം, ദൈവമായിട്ട് സംസാരിച്ച് നമ്മുടെ സമയം ചെലവഴിക്കുന്ന നേരം, ദൈവത്തിൽ നമ്മൾ നന്മകൾ പ്രാപിക്കാനിരിക്കും, അനുഗ്രഹങ്ങൾ പ്രാപിക്കാനിരിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിനും വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോഴൊക്കെ ദൈവശബ്ദം കേൾക്കുവാനും ദൈവമുഖം കാണുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന നമ്മൾ, അല്ലേ? അത് വേണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ചു നാള് ആരാധനയ്ക്ക് പോകാതെ മുറിയിൽ അടച്ചു കെട്ടിയിരുന്നാൽ അല്ലെങ്കിൽ എത്ര സങ്കടമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഈ മകള് 5 ആഴ്ച അപ്പൻ്റെ വന്നപ്പോ ഈ കമ്പിളിപ്പുതുപ്പ് കൊടുത്ത് നമ്മൾ പിന്നെ 5 ആഴ്ച കഴിഞ്ഞ് വന്ന് എന്ത് സഭ പറഞ്ഞാലും, ദൈവത്തിന് എന്ത് കൊടുത്താലും, ഒരുപക്ഷെ സ്വോത്ര കാഴ്ച കൂടുതൽ കൊടുത്തോ, ദശാംശം കൊടുത്തുകൊണ്ടോ, എഴുന്നേറ്റ് ക്ഷമ പറഞ്ഞത് കൊണ്ടോ, മാപ്പ് പറഞ്ഞത് കൊണ്ടോ എനിക്ക് 5 ആഴ്ച സഭയിൽ വരാൻ പറ്റിയില്ല, 5 ആഴ്ച ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല, ദൈവമുഖം കാണുവാൻ കഴിഞ്ഞില്ല, ദൈവശബ്ദം കേൾക്കുവാൻ കഴിഞ്ഞില്ല, ദൈവമക്കളെ കാണാൻ കഴിഞ്ഞില്ല, ഡൈനെ കാണാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരുവിധം വാക്കുകളുണ്ട്. അതൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അല്ലേ? ഈ അപ്പനെ വിട്ടു 5 ആഴ്ച മുറിക്കുള്ളിൽ ഒതുങ്ങിയ മകൾ, അല്ലെ, അപ്പന്റെ മുഖം കാണാതെ, അപ്പന്റെ ശബ്ദം കേൾക്കാതെ, അപ്പനെയും മകളുടെ മുഖം കാണാതെ, മകളുടെ ശബ്ദം കേൾക്കാതെ രണ്ടുപേരും വേർപൊടി. പിന്നെ വന്നിട്ട് നമ്മൾ എന്തു പറഞ്ഞാലും അതിന്റെ പ്രയോജനം. കാരണം നിങ്ങൾ, അല്ലെ, മുടക്കുന്ന ഓരോ ആരാധനയും പ്രാർത്ഥനയും, അല്ലെ, നിങ്ങൾക്ക് നഷ്ടമാണ്. നിങ്ങൾ ദൈവത്തിൽ എപ്പോഴും ചേർന്ന് ദൈവത്തോട് പറ്റിയിരിക്കണം. സാജനത്തെ സംബന്ധിച്ചിടത്തോളം അവർ നന്മ അനുഭവിക്കും തോറും, അല്ലേലിയ, ദൈവത്തോട് പറ്റിയിരിക്കുമായിരുന്നു. എന്നാൽ അവർ പെട്ടെന്ന് പിറുവിറുപ്പുകാരായിരുന്നു. അല്ലേലിയ, അവർ പെട്ടെന്ന് പിറുവിറുക്കുകയും ദൈവത്തിന് അകന്നു പോവുകയും ചെയ്യുമായിരുന്നു. നമുക്കറിയാം, മിസ്രൈമിൽ അടിമകളായിരുന്ന സാജനത്തെ, അല്ലേലിയ, 430 വർഷത്തെ അടിമത്തത്തിനകത്ത് ജീവിച്ച സാജനം വളരെ പീഡകളും ഉപദ്രവങ്ങളും ഒക്കെ കണ്ടവർ, വളരെ മർദ്ദനങ്ങളേറ്റവർ, സ്വന്തം സഹോദരങ്ങൾ മിസ്രൈമി ശക്തി മിസ്രഭൂമിയുടെ വാളാൽ വെട്ടി വീഴുന്നത് കണ്ട്, അവരുടെ രക്തച്ചൊരിച്ചിൽ കണ്ട് മനസ്സുമടത്തി സാജനത്തെ, ഹല്ലേലൂയ, അവർ നിലവിളികിട്ട ഹോവയായി ദൈവം മോശെ എന്ന മനുഷ്യരുടെ മിസ്രൈമിൽ നിന്ന് സാജനത്തെ പുറത്തെടുത്ത് അവര് ചെങ്കടലിന്റെ കയ്യിൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, അവർ ദൈവസന്നിധി പിറുപിറുത്തു. ഹല്ലേലൂയ. എന്നാൽ ദൈവം മോശയിലൂടെ ഒരു അത്ഭുതം ചെയ്ത് ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച് അവരെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ചെങ്കടൽ കടത്തി മരുഭൂമിയിലെ 40 വർഷക്കാലത്തെ ജീവിതത്തിന്റെ നടുവിൽ അവർക്ക് ആവശ്യം പോലെ മന്നയും കാടപ്പക്ഷിയും ദൈവം കൊടുത്തു. അവർക്ക് പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ 40 വർഷം അവർക്കൊരു ദോഷവും വരാതെ അവരെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച ഇസ്രായേൽ യഹോവയായ ദൈവത്തിന് മുമ്പിൽ, അഥവാ മോശയ്ക്ക് മുമ്പിൽ പിറുപിറുക്കാൻ തുടങ്ങി. മോശയുടെ മുമ്പിൽ പിറുപിറുത്തുണ്ടെങ്കിൽ യഹോവയായ ദൈവത്തിന് മുമ്പിൽ പിറുപിറുക്കുന്ന പോരാ. അങ്ങനെ ഇസ്രായേൽ പിറുപിറുപ്പുകാരായി മാറി. അങ്ങനെ പിറുപിറുത്ത ഇസ്രായേൽ 20 വയസ്സിന് മുകളിലോട്ട് ഒന്നിനും വാഗ്ദത്ത കനാനിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. യോശുവയും കാലേബും ഒഴിച്ച് ആർക്കും കനാനിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നീ ദൈവസന്നിധി പിറുപിറുത്താൽ, ഇസ്രായേലത്തെ പോലെ മല്ല് പിടിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ അനുഗ്രഹങ്ങൾ നിനക്ക് തടസ്സപ്പെടും. യഹോവ നിങ്ങളോട് കൃപ കാണിപ്പാൻ താമസിക്കും. അതുകൊണ്ട് അവൻ നിങ്ങളോട് കരുണ കാണിക്കാതെ ഉയർന്നിരിക്കുന്നു. ഹല്ലേലൂയ. അത് നിങ്ങൾ ദൈവത്തിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്.
നിങ്ങൾ ദൈവത്തോട് ആകെ ചേർന്നിരിക്കണം. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്, അവനായി കാത്തിരിക്കുമ്പോഴാണ് നിങ്ങളുടെ മേൽ അനുഗ്രഹത്തെ ദൈവം തരുന്നത്. ഹല്ലേലൂയ. പുറമേ നോക്കുമ്പോൾ ഒരുപാട് ഒരുപാട് ബലം, ഒരുപാട് ആശ്വാസം, ഒരുപാട് സന്തോഷം, ഒരുപാട് കരുതൽ തരുന്ന അനവധി ആളുകൾ നിന്റെ കൺമുമ്പിൽ വന്നേക്കാം. പക്ഷേ അവരിൽ നീ ആശ്രയിക്കുന്നത് മിസ്രയീമ്യ സൈന്യത്തിൽ സാജനം ആശ്രയിപ്പാൻ പോകുന്നത് ഭോഷത്വമാണ്, അത് ദോഷത്വമാണത്. യഹോവയായ ദൈവം പ്രവാചകങ്ങളിലൂടെ പറയുന്നത് പോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ദൈവത്തിൽ ആശ്രയിക്കണം. യഥാർത്ഥ ഉപദേശം കേൾക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്ന് അറിയാം. എങ്കിലും കർത്താവ് പറയുന്നത്, ഉപദേശത്തിന് നീ നിൽക്കുകയാണെങ്കിൽ, വിശുദ്ധിക്ക് നിൽക്കുകയാണെങ്കിൽ നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. യോശുവ പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ കഴിയും, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. യോശുവ എന്ന് പറഞ്ഞ ആ ഭക്തൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ നിങ്ങൾക്കും പറയുവാൻ കഴിയട്ടെ. നാം ലോകത്തിൽ ആശ്രയിക്കരുത്, ലോകക്കാരിൽ ആശ്രയിക്കരുത്, ലോകത്തിന്റെ ചിന്തകളിൽ ആശ്രയിക്കരുത്, ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ആശ്രയിക്കരുത്. ഇവിടുത്തെ യാതൊന്നിലും നീ ആശ്രയിക്കാതെ ഈ കാണുന്ന മുഴു ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടമായി ദൈവം, നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ് നിന്റെ പാപത്തിന് പരിഹാരം തന്ന് നിന്റെ പാപത്തിന് വിടിവിച്ച് നിന്റെ പാപത്തെ മുഴുവൻ കഴുകി വെടിപ്പാക്കിയെടുത്ത് പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിൽ പകർന്ന് ഹല്ലേലൂയ സ്വർഗരാജ്യം നിനക്ക് അവകാശമായി തന്ന് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിന്നെ നിറച്ച് ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്നെ അനുഗ്രഹിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നീ ആശ്രയിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ ഒരിക്കലും പരാജയപ്പെട്ടു പോവുകയില്ല. ഒരിക്കലും നീ പരാജയപ്പെട്ടു പോകുകയില്ല. നിന്റെ പരാജയങ്ങളെ നീക്കുവാൻ യേശുവിന് കഴിയും. നിന്റെ കഷ്ടതയെ മാറ്റുവാൻ യേശുവിന് കഴിയും. ശ്രോതാവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ശക്തമായി പറയുന്ന ദൂത്, ഇസ്രായേൽ ജനം പിറുപിറുത്തതുപോലെ നിങ്ങൾ പിറുപിറുക്കാതെ, ഇസ്രായേൽ ജനം മിസ്രയീമിനെ ആശ്രയിച്ചതുപോലെ നിങ്ങൾ ആശ്രയിക്കാതെ, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ സൈന്യശക്തിയിൽ ആശ്രയിച്ചതുപോലെ നിങ്ങൾ ആശ്രയിക്കാതെ, ഇസ്രായേൽ ജനം മിസ്രയീമിന്റെ മൺകോട്ടയ്ക്കകത്ത് ആശ്രയം കണ്ടതുപോലെ ഈ ലോകത്തിന്റെ വലതിൽ നീ ആശ്രയം കാണാതെ ഹല്ലേലൂയ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം. രക്തം ചെയ്യണം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഹല്ലേലൂയ. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് 118 സംഗീതം 8 വാക്യമൊക്കെ വായിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നിന്റെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളിലും നിന്റെ ജീവിതത്തിന്റെ സകല അവസ്ഥകൾ മറിയുന്നവൻ യേശു മാത്രമാണ്. രക്തജയം. ഇന്ന് പകൽ നിന്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണോ സഹോദരി? നിന്റെ ഭാര്യ ഹല്ലേലൂയ നിന്നെ അനുസരിക്കാത്ത അനുഭവമാണോ? നിന്റെ മക്കളെ നിനക്ക് നേരായ രീതിയിൽ വളർത്താൻ കഴിയാതെ അവർ നിന്നിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ? ഹല്ലേലൂയ. അങ്ങനെ വിവിധ പ്രതിസന്ധികൾ നിന്റെ കുടുംബത്തിനകത്ത് ഉയർന്ന് നിന്റെ കുടുംബത്തിനകത്തെ പ്രാർത്ഥന നഷ്ടപ്പെട്ട്, ആരാധന നഷ്ടപ്പെട്ട്, ദൈവമായുള്ള കൂട്ടായ്മ ബന്ധപ്പെട്ടോ നീ ലോകത്തിന്റെ ചിന്തകളിലാണോ, ലോകത്തിന്റെ ഇമ്പങ്ങളിലാണോ, അതോ ലോകത്തിലാണോ നീ ആശ്രയിക്കുന്നതെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ നീ അങ്ങനെയുള്ള അവസ്ഥകൾ വിട്ട് മടങ്ങി വന്ന് ദൈവത്തിന് നെടുമ്പാട് വീണ് അനുദപിക്കുന്നെങ്കിൽ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും. രക്തം ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കണം, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയും ദൈവം കൈവിട്ട് കളയത്തില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. അവൻ ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അത് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ ഒരു അവസരം ദൈവം നമുക്ക് തന്നതോർത്ത് നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഹല്ലേലൂയ. അപ്പൊ ഈ മാതാവും ഈ മാതാവും പിതാവും മക്കളും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന കുടുംബത്തിനകത്ത് അഥവാ കൂട്ടുകുടുംബത്തിനകത്ത് ഒരാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ഉപവസിച്ചും ദൈവസേനയില് നെടുമ്പാട് വീണ് അനുദിന ജീവിതത്തിന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഹല്ലേലൂയ യേശു ക്രിസ്തുവിനോട് ചേർന്നിരിക്കുന്ന, പ്രാർത്ഥനയോട് ചേർന്നിരുന്ന ദൈവശബ്ദം കേൾക്കുന്ന ഒരു അനുഭവം നിന്റെ കുടുംബത്തിനകത്തുണ്ടായിരിക്കണം.
ഈശ്വരോ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് ദൈവശബ്ദം കേൾക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടോ? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം മുഴുവൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിലും, നിങ്ങളുടെ ജീവിതം മുഴുവൻ ടിവിയുടെ മുമ്പിലും, നിങ്ങളുടെ ജീവിതം മുഴുവൻ മൊബൈലിന്റെ മുമ്പിലും ആക്കിയില്ലേ? നിങ്ങൾ ദൈവത്തിന് അകന്നു പോയില്ലേ? ഇസ്രായേൽ മിസ്രൈമിൽ ആശ്രയിച്ചതുപോലെ ഇന്ന് നിങ്ങൾ എവിടെയാണ് ആശ്രയിക്കുന്നത്? ടിവിയുടെ മുമ്പിലല്ലേ? കമ്പ്യൂട്ടറിന്റെ മുമ്പിലല്ലേ? നിങ്ങൾ മൊബൈലല്ലേ ആശ്രയിക്കുന്നത്? അതിലല്ലേ നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്? ദൈവം സംസാരിക്കുവാനുള്ള സമയം നിങ്ങൾ അതിനുവേണ്ടി പ്രയോജനപ്പെടുത്തുന്നത്. ദൈവത്തിന് സംസാരിക്കുവാൻ വേണ്ടി, ദൈവത്തിന് ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്, ദൈവത്തിന് വസിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ ലോകത്തിന്റെ അശ്ലീലമായ ചിത്രങ്ങളെ വെളിപ്പെടുത്തുന്ന ടിവിയുടെ ശബ്ദങ്ങൾ കൊണ്ട്, മൊബൈലിന്റെ ശബ്ദങ്ങൾ കൊണ്ട്, ഇന്റർനെറ്റിലൂടെ നിങ്ങൾക്ക് വരുന്ന സന്ദേശങ്ങൾ കൊണ്ട്, നിങ്ങളുടെ കമ്പ്യൂട്ടർ ശബ്ദങ്ങൾ നിങ്ങളുടെ വീട് വളരെ പരിതാപത്തിൽ അല്ലേലിയ പാപാന്തരീക്ഷത്തിലായി പോയി. അല്ലേലിയ. അത് നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് ഇറങ്ങി വരാമെങ്കിൽ, കർത്താവിന് ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയാതെ വേണം. നിന്റെ കുടുംബത്തിനകത്ത് അശുദ്ധിയുടെ ആത്മാക്കൾ പെരുകിക്കഴിഞ്ഞു. അല്ലേലിയ. ഇന്ന് പകൽ നീ മടങ്ങി വരണം. അല്ലേലിയ. നിങ്ങൾ ലോക കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവാക്കാതെ കർത്താവിന്റെ പാദപീഠത്തിലിരിക്കണം. ലോകകാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കാതെ, ലോകക്കാർക്ക് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കാതെ, ലോകത്തിലുള്ള വേർക്കൂത്തിന്റെ മുമ്പിൽ നിങ്ങൾ സമയം ചെലവഴിക്കാതെ, നിങ്ങൾ നല്ലൊരു ശിഷ്യനായി, നല്ലൊരു ശിഷ്യയായി അല്ലേലിയ നിങ്ങൾ ദൈവപാദപീഠത്തിലിരിക്കണം. അല്ലേലിയ. അവരോടുകൂടി ഇരുന്ന് ഹൃദയം തുറന്ന് സംസാരിക്കണം. നിങ്ങൾ പറയുന്ന വാക്കുകൾ അല്ലേലിയ ദൈവം കേൾക്കുന്നുവെന്ന് ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. അല്ലേലിയ. ഈ ലോകത്തിലെ ഏറ്റവും മുഖ്യമായ കാര്യം കർത്താവിന്റെ പാദപീഠത്തിലിരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതേ സന്ധ്യാസമയത്തായിരുന്നാലും പ്രഭാത സമയത്തായിരുന്നാലും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന സമയങ്ങൾക്കകത്ത് നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തോട് പറ്റിയിരുന്ന് ദൈവശബ്ദം കേൾക്കണം, ദൈവമുഖം അന്വേഷിക്കണം, ദൈവ സാന്നിധ്യം കൊണ്ട് നിന്റെ വീടിനകം നിറയണം. ഹല്ലേലൂയ. അല്ലാതെ പാപത്തിന്റെ ഇംഗിതങ്ങൾക്ക് അനുസരിച്ച് വിധേയപ്പെട്ട് ഈ ലോകത്തിന്റെ മാലിന്യങ്ങൾക്ക് വേണ്ടി നിന്റെ കണ്ണും നിന്റെ ചെവിയും നിന്റെ ജീവിതവും നിന്റെ സമയം ചെലവഴിച്ച് വേർക്കൂത്തിന്റെ മുമ്പിൽ നീ പോയിരിക്കരുത്. ഇസ്രായേൽ മിസ്രൈമിൽ ആശ്രയിച്ചതുപോലെ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങൾ നീ ആശ്രയിക്കരുത്. ഹല്ലേലൂയ. ദൈവത്തോട് ചേർന്നിരിപ്പാൻ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ശക്തമായ ദൂതുകൾ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം. സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 52-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് എന്ന് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ നാമത്തിൽ ഹല്ലേലൂയ പ്രത്യാശ വെക്കും. നിന്റെ ഭക്തന്മാരുടെ മുമ്പാകെ അത് നല്ലതല്ലോ എന്ന് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുക. എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, അവിടെ എന്താണ് രേഖപ്പെടുത്തി? ശത്രു നശിപ്പിക്കാൻ നോക്കിയെങ്കിലും ആലയത്തിന് സമീപം തഴച്ചു നിൽക്കുന്ന ഒലിവൃക്ഷം പോലെ അല്ലെങ്കിൽ ഞാൻ ആയിരിക്കുന്നു എന്ന് ദാവീദ് പറയുക. ഹല്ലേലൂയ. ഐശ്വര്യത്തിന്റെ പ്രതീകമായി തടിച്ചു നിൽക്കുന്ന ഒലിവും മരം. ഹല്ലേലൂയ സ്തോത്രം. ദൈവം തന്റെ നീതി വെളിപ്പെടുത്തിയതിനാൽ ദാവീദ് സ്തോത്രം പറയുക. കഴിഞ്ഞ നാളുകളിനേക്കാൾ ശ്രേഷ്ഠമായ അനുഗ്രഹത്തിലേക്ക് ദാവീദിനെ ദൈവം നടത്തി കഴിഞ്ഞപ്പോൾ ദാവീദിനെ ദൈവത്തിനെ സ്തുതിപ്പാൻ അനവധി കാര്യങ്ങളുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ അനവധി കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ ദാവീദ് പറഞ്ഞു, ഞാനോ ദൈവത്തിന്റെ ആലയത്തിൽ തഴച്ചിരിക്കുന്ന ഒലിവൃക്ഷം പോലെയാകുന്നു. ഞാൻ ദൈവത്തിന്റെ ദയയിൽ എന്നുവെന്നേക്കും ആശ്രയിക്കുന്നു. അത് നീ അത് ചെയ്തിരിക്കൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അതേ സ്നേഹിത, നിങ്ങൾ മടങ്ങി വന്ന് ദൈവത്തിനെ സ്തുതിക്കുവാൻ തയ്യാറാകുന്നെങ്കിൽ, നിങ്ങൾ മിസ്രൈം വിട്ട് പോരുവാൻ തയ്യാറായി എന്ന് പറഞ്ഞ് ലോകം വിട്ട് പോരാൻ തയ്യാറായാൽ, ലോകത്തിന്റെ വെറുക്കൂത്ത് വിട്ട് പോരാൻ തയ്യാറായാൽ, നീ ദൈവത്തിനെ കാത്തിരിക്കാൻ തയ്യാറായാൽ, നിന്റെ കുടുംബത്തിന്റെ ശാപത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും. മന്ത്രവാദ ശക്തികൾ നിന്റെ കുടുംബത്തിന് അടുക്കയില്ല. ആഭിചാര ദോഷങ്ങൾ നിനക്ക് നേരെ കടന്നു വരികയില്ല. ഒരു വ്യാധി, ഒരു സാത്താന്യ ശക്തികൾ നിനക്ക് നേരെ എഴുന്നേൽക്കയില്ല. നീ ദൈവത്തിന്റെ കരങ്ങളിൽ സുരക്ഷിതമായിരിക്കണം. എപ്പോഴും ഇസ്രായേൽ പുറപ്പെടുത്തോ അപ്പോഴെല്ലാം ദൈവത്തിന്റെ ന്യായവിധിയുടെ മേൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, നീ ദൈവത്തോട് ചേർന്ന് വസിക്കുന്നെങ്കിൽ നിനക്കെതിരെ കടന്നു വരുന്ന സകല തന്ത്രങ്ങളെയും പിശാചിന്റെ സകല ശക്തിയും നീക്കിക്കളഞ്ഞ് നിന്നെ
ദൈവകരങ്ങളിൽ കർത്താവ് സുരക്ഷിതമായി സൂക്ഷിക്കും. ആരെങ്കിലും ജീവിതത്തിൽ തകർന്ന അനുഭവത്തിനാണോ ഇത് പകൽ യേശുവിന്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. അപ്പാന്റെ തെറ്റുകൾ പറ്റി കുറവുകളുണ്ട്, പരാജയങ്ങളുണ്ട്. അങ്ങയുടെ സന്നിധി അങ്ങയുടെ ശബ്ദം കേൾക്കേണ്ട പല സമയങ്ങളും ഞാൻ വെറുപ്പത്തിന് മുമ്പിൽ ഇരുന്നു പോയിട്ടുണ്ട്. എന്റെ കുടുംബത്തെ ഞാൻ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാതെ പലപ്പോഴും ഈ ലോകത്തിന്റെ വെറുക്കൂത്തുകളുടെ ശബ്ദം എന്റെ ഭവനത്തിൽ മുഴങ്ങുന്നുണ്ട്. അവയും പൂർണ്ണമായി നീക്കിയ പാതപെടുത്തി നല്ല ശിഷ്യനായി ഒരു നല്ല ശിഷ്യയായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന അപ്പ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ടുകൂടിയ ചെറിയവരെയും വലിയവരെയും കൂടിലോട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന സകല മനുഷ്യരുടെ ഇന്ത്യയിലെ കർത്താവ് 140 കോടി ജനത്തിന് തലമുറകൾക്കായി എണ്ണത്തിൽപ്പെടുന്ന 6 വർഷത്തിലെ ഗ്രാമങ്ങളുടെ ശുദ്ധീകരണത്തിനായി കേരളത്തിലെ 4 ജില്ലകളിലായി 3 കോടി ജനങ്ങളെ തലമുറ എണ്ണത്തിൽപ്പെട്ട അന്യസ്ഥാനത്തുള്ള ആളുകൾ 7 ഭൂഖണ്ഡങ്ങൾ തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, അന്റാർട്ടിക് രാജ്യങ്ങളായി 800 കോടി ജനത്തിനായി പ്രാപ്തി വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ, ഭരണം, ഏതാനും സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പാഠാളം, മേധാവി, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി മേഖലയിൽ നയിക്കുന്നവരും നടത്തുന്നവരുടെ ജനങ്ങളെയും, കരസേന, വ്യോമസേന, നാവികസേന, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നിൽക്കുന്ന രഹസ്യാന്വേഷണങ്ങളെ, BSF, CRPF, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യൽ ഭാഗങ്ങൾക്കായി കരയിലും കടയിലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹന യാത്ര ചെയ്യുന്നവർ, അല്ലെങ്കിൽ വാഹനത്തിൽ നിർമ്മിതാക്കൾ, സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികളെ, തീരദേശവാസികൾ, മത്സ്യബന്ധന കടന്നുപോയിരിക്കുന്നവർ, സമുദ്രത്തിനും മറ്റ് കരികളും കമ്പനികളും ആഴങ്ങളിൽ ജോലി ചെയ്യുന്നവർ, ചെറു വലുതാനിലെ വ്യാപാരികളും വ്യവസായികളെയും വഴിയോടെ കച്ചവടക്കാരെ, കർഷക രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, വിവിധ ടാക്സ് സർവീസിനെ ഞങ്ങൾ ദൈവത്തിൽ ഏൽപ്പിക്കുന്നു. സഹകരണ വിലബുദ്ധമേല, ആരോഗ്യമേല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖല, ബാങ്ക് മേഖല, എല്ലാ മേഖലയിലേക്ക് ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനത്തെയും കർത്താവ് അനുഗ്രഹിക്കണമേ. കഷ്ടതയും പ്രയാസങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരും വേദനകളും ഉണ്ടതിൽ വിടിപ്പിക്കണം, കണ്ണുനീരിൽ വിടിപ്പിക്കണമേ. മദ്യപാനത്തിൽ, വെറുപ്പത്തിൽ, ദുർനടപ്പിൽ, വിചാര, പരസംഗ, അശുദ്ധിയിൽ, വിഗ്രഹാരാധന വീണുകിടക്കാൻ ജനത്തെ വിടുതൽ കൊടുക്കണം. എല്ലാ ദിവ്യാഗ്രഹങ്ങൾക്കും വലിയ എല്ലാ കൊള്ള പലിശക്കാരും എല്ലാ സ്ത്രീമാവികളും ഭൂമാവിലും ബ്ലേഡ് മാവികളെ ദൈവം സന്ദർശിക്കണമേ. അല്ലേലിയ ജനം മടങ്ങി വന്ന മാനസാന്തരപ്പെടായി വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് കടന്നുപോയി, ജാമ്യം പഠിക്കാൻ കടന്നുപോർ, കഷ്ടതയിലും പ്രയാസം കടന്നുപോയിട്ട് അവരെ വിടിപ്പിക്കണമേ. മദ്യത്തിൽ ലഹരിക്ക് അടിമപ്പെട്ടവരുണ്ട്, വിസ നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവർ, നാട്ടിൽ കിടന്നു കഴിയാതെ സാലറി മണലാത്തി ക്ലേശം വിളിക്കുക, വിദേശരായി പീഡയാലും സൂര്യമാർ എല്ലാ ദൈവം അനുഗ്രഹിക്കുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അല്ലേലിയ. എല്ലാ ജനത്തിന്റെ ജീവിതത്തിൽ വിടലും ആശ്വാസം കൊടുക്കണമേ. എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളെ, എല്ലാ ഭീകരവാദികളെ, എല്ലാ സാത്താനിക് ഗ്രൂപ്പുകളെ ദൈവം സന്ദർശിപ്പാൻ, എല്ലാ ദുരുപദേശകന്മാരെ, ദുരുപദേശ കട്ടുകളെ എല്ലാം സന്ദർശിക്കും, മനസ്സാന്തരം കൊടുക്കണമേ. ന്യൂസിനെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദൈവികമല്ലാത്ത നിസ്രൈവിശക്തിയുടെ ശുശ്രൂഷകളൊക്കെ വിടിവിക്കപ്പെട്ട് മാനസാന്തരപ്പെടുവാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ശൈശവത്തിനും ബാല്യത്തിനും കൗമാരം യുവനത്തിനും വാർദ്ധക്യത്തിനും വൃദ്ധരും അശരണയും ഓർഫനേജിലും വോൾട്ടേജും ജുവിൽ തടവറയിരിക്കുന്ന ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മത നേതാക്കന്മാരെയും എല്ലാ സാമൂഹിക സാംസ്കാരിക ചരിത്ര മാധ്യമ മീഡിയ രംഗം നിൽക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ശിവഞ്ജനകൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാ മേഖലയിലേക്ക് ജനത്തിനായി ദൈവരങ്ങൾ ഏൽപ്പിക്കുന്ന ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് മിസ്രൈമിൽ ആശ്രയിക്കാതെ, മിസ്രൈമിന്റെ സൈന്യത്തിൽ ആശ്രയിക്കാതെ, മിസ്രൈമിന്റെ മൺകോട്ടകൾ ആശ്രയിക്കാതെ ജനം മടങ്ങി വന്ന് ജീവനുള്ള ദൈവത്തിന്റെ ആലയമായി ജീവനുള്ള ദൈവത്തെ ആശ്രയിച്ച് ജനം അനുഗ്രഹം പ്രാപിക്കുവാൻ ജനത്തിന്റെ ഹൃദയങ്ങളെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികൾ മാനസാന്തരപ്പെട്ട്, വെറുക്കുത്തർ മാനസാന്തരപ്പെടട്ടെ, കുടുംബത്തിനകത്ത് സമാധാനം നിറയേണ്ടനായി പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.